എല്ലാം പോയി. ഇതിലുള്ള ആളുകളൊക്കെ കുറേ കാലം മുമ്പ് തന്നെ ഒഴിഞ്ഞു പോയതാണ്. പ്രദേശത്ത് മൊത്തം കറങ്ങി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളൊക്കെ പകൽ രാത്രിയിൽ എല്ലാ സ്ഥലവും കറങ്ങും. പകൽ വന്നു കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യണത് സമയം ചിലവഴിക്കണത് അത് കിടന്നുറങ്ങണതൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതായത് ഇവിടെ ഈ താഴെ കുഴിയിൽ മലയാളം தெரியுமா கொஞ்சம் கொஞ்சம் தெரியும். நீங்கள் என்ன பாஷை பேசுவீங்க? உங்கள் பாஷை பேர் என்ன? മഴ ഇപ്പോൾ വെയിലൊന്നുമില്ലേ? 2-3 ദിവസം വെയിലടിച്ചു കഴിഞ്ഞാൽ ചപ്പ്. പിന്നെ ഞായറാഴ്ചയും കൂടെ നമുക്ക് ഒഴിവുണ്ടാവില്ല. സുതലെ പതിവ് പോലെ ഇന്നും നമ്മളൊരു വനമേഖലയിലുള്ള ഒരു കൊച്ചു ഗ്രാമം കാണാൻ വേണ്ടി പോവാണ്. ഒരു എസ്റ്റേറ്റ് ഗ്രാമം കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തിലേക്ക് പോകുന്ന കൃത്യമായിട്ടുള്ള വഴി, ഇതെവിടെ സ്ഥിതി ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയണം, അല്ലാതെ എന്ത് വ്ളോഗാണ് ചെയ്യണത് എന്ന് പല കമൻറ്റ്സും ഞാൻ കാണാഞ്ഞിട്ടല്ല, ഞാൻ കാണുന്നത് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. നമ്മൾ അഡ്രസ്സും പിൻകോഡും ഒക്കെ കൊടുത്ത് അത് ഒക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും മിക്ക സ്ഥലങ്ങളും. നമ്മളത് പരിചയപ്പെടുത്തി പിന്നെ അതിലേക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ വന്ന് അവിടെ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ വന്നു എന്നുള്ള അന്വേഷണങ്ങളൊക്കെ വരും. അപ്പോൾ അവസാനം അത് നമ്മുടെ അടുത്തെത്തും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചിങ്ങോട്ട് വന്നത് എന്ന് ആണ്. അപ്പോൾ അത് സാഹചര്യങ്ങളൊക്കെ ഓക്കെയുള്ള സ്ഥലങ്ങൾ ഞാൻ പറയാറുണ്ട്. പൊതുവെ എവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറയാറുണ്ട്. അത് അറിയാഞ്ഞിട്ടല്ല പറയാതിരിക്കുന്നത്, അതൊരു സേഫ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ പിന്നെ ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് പറയാത്തത് മനഃപൂർവ്വമാണ്. അത് കണ്ടങ്ങോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഇൻസ്ട്രക്ഷൻസ് കൂടിയാണ്. നമുക്ക് മറ്റുള്ള ചില ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കൂടിയാണ്. നിങ്ങളൊരിക്കലും അങ്ങോട്ട് വഴി ഇതൊന്നും പറഞ്ഞെടുത്ത ആൾക്കാരെ അങ്ങോട്ട് എത്തിക്കരുത്. ഇവിടേക്ക് ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകളും മറ്റൊക്കെ വെറുതെ ഒരു ഔട്ടിങ്ങിനൊക്കെ വരുന്ന ആളുകളും നീലഗിരിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ കണ്ട് ഈ സ്ഥലങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള അന്വേഷണം വരും. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയാത്തത്. നിങ്ങൾക്ക് വീട്ടിലൊരു ഗ്രാമം കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരാളും ഇവിടെ വന്ന് ഇതൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പിന്നെ സജസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ഇന്നും നമ്മൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഒരു ഗ്രാമം കാണാൻ വേണ്ടി. ഓക്കെ, പുറപ്പെടാം. നീലഗിരിയിലുള്ള സ്പെഷ്യൽ തേയിലപ്പൊടികളൊക്കെ ആവശ്യമുള്ള ആളുകളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ഒന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ, വൈറ്റ് ടീ ഇങ്ങനത്തെ ഐറ്റംസ് ടീകൾ, അതായത് ലീഫൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ ലീഫുണ്ട്. പിന്നെ നല്ല ഡസ്റ്റ് ആയിട്ടുള്ള പൊടിയുണ്ട്. അതുപോലെ തന്നെ ഈ തരി ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പൊടികളും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അഡ്രസ്സ് തരാണെങ്കിൽ അയച്ചു തരാം. കൂടാതെ ഊട്ടി വർക്കിയും അവൈലബിൾ ആണ്. ഊട്ടിയിൽ ആ പരമ്പരാഗതമായിട്ട് ആ ബ്രിട്ടീഷുകാർ അന്നുണ്ടാക്കിയിരുന്ന അതേ സ്റ്റൈലിൽ ഓവണിൽ ഉണ്ടാക്കുന്ന വർക്കുണ്ട്. അതായത് വിറക് കത്തിച്ചിട്ടുള്ള ഓവണിൽ ഉണ്ടാക്കുന്ന വർക്കുണ്ട്. ആ വർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തരാണെങ്കിൽ ഞാൻ അതിലേക്ക് ഇട്ടുതരാം. പൈസ മുൻകൂട്ടി അതിലേക്ക് ഇടണം. കാരണം നിങ്ങൾ പൈസ ഇട്ടതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങി കൊടുക്കുള്ളൂ. അല്ലാതെ ഞാൻ വാങ്ങിച്ച് കയ്യിൽ സ്റ്റോക്ക് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. പ്രത്യേകിച്ച് വർക്കൊക്കെ ഓർഡർ ചെയ്ത് നിങ്ങൾ ഓർഡർ തന്നാൽ മാത്രമേ ഞാനത് അവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. കാരണം അത് ഫ്രഷ് ആയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടർന്ന് സഹകരിക്കുക എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ബിസ്മില്ലാഹ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന റൂട്ട് ശരിക്കും റിസർവ് ഫോറസ്റ്റിൻ്റെ പരിസരത്തുള്ള ഒരു വില്ലേജാണ്. അതായത് ഒരു എസ്റ്റേറ്റ് വില്ലേജും അത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരെ അങ്ങകലെ ഒരു 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 ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല. നമ്മളത് അന്വേഷിച്ച് പേര് കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ റൂട്ട് നമുക്ക് ആ ഒരു ട്രൈബൽ കോളനിയിൽ അവസാനം എത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടുള്ള ആ ഒരു എസ്റ്റേറ്റ് റിസർവ് ഫോറസ്റ്റിൻ്റെ ബോർഡറിൽ അതിർത്തിയിൽ ഉള്ള ഒരു എസ്റ്റേറ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഔണ്ടേൽ എസ്റ്റേറ്റ് പാടികൾ, ഇതിലൂടെയാണ് നമ്മൾ പോണത്. ഇവിടം വെച്ച് റോഡ് അവസാനിക്കുന്നു. ഇനി പോകാനുള്ളത് പഴയ റോഡ് വഴിയാണ്. ഇവിടെ നിന്നുള്ള റോഡ് ഇങ്ങനെയാണ്. നല്ല വെയിലുണ്ടെന്ന്. വൈകുന്നേര സമയത്തൊക്കെ മഴയാണ്, പക്ഷെ ഇപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ എസ്റ്റേറ്റിലൊക്കെ
ഇഷ്ടംപോലെ ആൾക്കാർ മലയാളികളൊക്കെ താമസിച്ചിരുന്ന മലയാളികളും തമിഴരൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ്. പിന്നെ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ ഒരു ടൈമിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് റിട്ടയർമെൻ്റ് ആയിട്ട് അവർ പുറത്തേക്ക് പോയി എസ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വീട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാ ആളുകളും പഴയ ആളുകളെല്ലാം പോയി. ഇവിടുത്തെ എല്ലാ എസ്റ്റേറ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വനത്തിൻ്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകൾ പ്രത്യേകിച്ച്, കാരണം പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ ഇവിടുത്തെ ജീവിതം ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് മാറും. അങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ ഒന്നും പഴയ ആളുകൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിര താമസക്കാരായിട്ടുള്ള ആളുകളൊന്നും പോയി പ്രദേശമൊന്നും ഇല്ല. അവരെല്ലാം പോയി. ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് ഹിന്ദിക്കാർ, അതായത് ബംഗാളികളും മറ്റൊക്കെ ഇവിടെ എസ്റ്റേറ്റുകളിൽ ഇപ്പോൾ ജോലി ചെയ്യണത്. അപ്പോൾ അവരാണ് ഇപ്പോൾ ഇവിടെ അധികം സെറ്റിൽമെൻ്റ് ആയിട്ടുള്ളത്. അവർ കുറച്ച് കാലം ഉണ്ടാവും, പിന്നെ അവരിങ്ങനെ മാറിയിരിക്കും. ഇപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരണം. ഇപ്പോൾ മേലോട്ട് പോകാം. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ഇടത്തോട്ട് കണ്ട റോഡിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ മേലെ പോയിട്ട് അവിടെ എസ്റ്റേറ്റിൻ്റെ വില്ലേജ് കണ്ടിട്ട് വരാം. ഇതാണ് ഔണ്ടേൽ ഡിവിഷനിലെ ഏറ്റവും എൻഡിലുള്ള ഒരു ഗ്രാമം, എസ്റ്റേറ്റ് ഗ്രാമം. കാട്ടാനക്കൂട്ടങ്ങൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. കണ്ടേ ഇവിടെ പാടികൾ കാണാം. പാടികളുടെ ബാക്കിൽ ഫോറസ്റ്റാണ്. അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് എസ്റ്റേറ്റും ഈ പാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകോട്ട് റിസർവ് ഫോറസ്റ്റിൻ്റെ തുടക്കമാണ്. വണ്ടി ഇവിടെ തണലിൽ നിർത്താം. നല്ല വെയിലടിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അതിൽ കയറാൻ കഴിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഔണ്ടേൽ ഡിവിഷനിൽ, ഔണ്ടേൽ എസ്റ്റേറ്റിൽ 19 അല്ല ഡിവിഷന് 19 ഡിവിഷന്, അപ്പുറത്ത് കാണുന്നത് 18 ഡിവിഷൻ. അപ്പോൾ ഈ 19 ഡിവിഷൻ എന്ന് പറഞ്ഞത് അവസാനത്തെ എൻഡിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി എത്തിയിട്ടുള്ളത്. നല്ല ക്ലിയർ സ്കൈ ഒക്കെയാണ്. അപ്പോൾ അമ്മ അവിടെ ഉള്ള വീട് മേലെ, പക്ഷെ എല്ലാവരും ജോലിക്ക് പോയില്ലേ? ആരെനി നിങ്ങളോ? പഞ്ചായത്ത് പണിക്ക് 100 നാൾ തൊഴിലുറപ്പ്. ഇന്ന് പോയില്ലേ? എവിടെ റേഷൻ കട? ക്യാൻറ്റീൻ്റെ അവിടെ ഉള്ള ഈ കുട്ടികളൊക്കെ ഇവരൊക്കെ ഹിന്ദി കുട്ടികളാണ്. ഇവർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. हाय नाम क्या है आपका? राम। कौन सा गांव में? मध्य प्रदेश। आपका साथ कौन कौन है घर पे? अभी हम पापा काम पर गए। पापा किधर काम करते हैं? एस्टेट में? क्या काम है? लीफ, टी लीफ, पत्ती काटने का। हाँ, तो स्कूल नहीं जा रहे? हाँ, छुट्टी नहीं, मैं वैसे ही नहीं गया। वो बच्ची, वो उसका बच्ची है। वो उसका किसका हाँ। नाम? राम। अच्छा, ഇവരൊക്കെ ഹിന്ദിക്കാരാണ്, മധ്യപ്രദേശുകാരാണ്. नाम लक्ष्मण। अच्छा नाम। स्कूल नहीं जा रहे? जाएगा लेकिन आज छुट्टी माना है। छुट्टी? ശരി. ഇവരിവിടെയാണ് താമസിക്കുന്നത് കേട്ടോ. എസ്റ്റേറ്റ് ഗ്രാമങ്ങളിൽ പൂരാണ് താമസിക്കുന്നുണ്ടല്ലേ. കുട്ടികൾ സ്കൂൾക്കൊക്കെ പോകുന്നുണ്ട്. റെയിൻ കോട്ട് ലേക്കാവും. ദേഖ് കുച്ച് നെയ് ദേഖ്. ഇത് ആണ്ടോ അവർ സ്കൂളിൽ നിന്ന് കോട്ടൊക്കെ കിട്ടുന്ന അടുത്ത് കാണിക്കാൻ നമ്മൾ. ഇവിടെ കോൺസ സ്കൂൾ कौन सा गाँव में? गाँव बेलंगूर। कितने स्टैंडर्ड में? 2। तू 2? वो 6। वो 3 क्लास में 6। ആ ഓക്കെ. അപ്പോൾ ഇവർ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ ഇവിടുന്ന് कितना किलोमीटर यहाँ से स्कूल पे जा रहे? कुछ नहीं, थोड़ा बहुत है। थोड़ा बहुत। ഇവർ 2 किलोमीटर। 2 मिनट लग नहीं। 2 मिनट? नहीं 2 मिनट नहीं, आधा घंटा लग जाता। आधा घंटा। അരമണിക്കൂർ കൊണ്ട് ഇവർ ആ സ്കൂളിലേക്ക് നടന്ന് രാവിലെ പോവും എല്ലാ ദിവസവും. അപ്പോൾ അതാണ് ഇവിടുത്തെ കുട്ടികൾ. യാണെല്ലാം വരും? എല്ലാ இந்த வருஷம்லாம் அவளுக்கு தொந்தரவு ஒன்றும் இல்லை. இப்போ யானெல்லாம் வந்து
ஃபாரஸ்ட்ல இருந்து வெளியே வந்து ஊருக்குள்ள தான் சுத்திட்டு இருக்கு. எப்போதும் இல்லை வரும். இந்த பையனெல்லாம் கொஞ்சம் அதிகம் இல்லை, தொந்தரவு எப்போங்களையும் ராத்திரியில் கொண்டு வந்துட்டு போகும், அதோட சரி. அவ்வளோதானா? அவ்வளோதான், வேறு பிரச்சனை ஒன்றும் பண்ணுறது கிடையாது. ஓகே. இதில் நமக்கு இப்போ எத்தனை லைன்ஸ் இருக்குங்க வீடு? இங்கே 16 பாடி. 16 பாடி இருக்குது. எல்லா பாடியிலையுமே ஆள் இருக்காங்களா? ஆள் இருக்குன்னு ஒரு 2 பாடி ஓய்வு, மேலே உடஞ்சி கிடக்கு, கீழே ஒரு பாடியே ஓய்வு உடஞ்சிருக்கு. சரி சரி சரி. யானை வந்து ஏதோ வீடெல்லாம் உடச்சிருக்குனால கேள்விப்பட்டேன் முன்னாடி. இங்கே இல்லை, വേറെ എങ്കയോ. ഇങ്ങല്ല അല്ലേ? ഇങ്ങല്ല. ശരി. റൈറ്റ്, നമുക്ക് ഈ അമ്മേൻ്റെ കൂടെ കുറച്ച് ദൂരം മേലിലേക്ക് പോയിട്ട് അവിടുത്തെ വീടുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകൾ, ഇതാണ് അവസാനം ഇതിൻ്റെ എൻഡ്. ഓക്കെ നോക്കി പോവാം. അപ്പോൾ വഴി മോശമാണ്, നോക്കി പോകണം എന്നാണ് പാട്ടിയമ്മ നമ്മളടുത്ത് പറഞ്ഞു. ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം ആളൊഴിഞ്ഞു പോയി, ഹിന്ദിക്കാർ പോലും ഇല്ലാതെ വീട് നാശമായി പോയി. കണ്ടില്ലേ, ഇവിടെ വരെ വെള്ള ടാങ്കാണ്, വാട്ടർ ടാങ്ക്. ഇത് മറ്റേ ഇരുമ്പിൻ്റെ ടാങ്കാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൻ്റെ കെട്ടിലുണ്ടാക്കി വെച്ച ടാങ്കുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇവർക്ക് കെട്ടിക്കൊടുത്ത ടാങ്കാന്ന് തോന്നുന്നത്. എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് കെട്ടിക്കൊടുക്കണം. പിന്നെ അവിടെ ഫോറസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് പോകാനുമില്ല. ഇതാണ് കഥ. ഈ ഭാഗത്തെ അവസാനത്തെ വീടുകളാണിത്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വീടുകൾ, അപ്പുറത്തേക്കൊന്നും വീടുകളില്ല. இந்த சைடு இருந்துச்சான வீடு? இல்ல இந்த சைடு நாய்க்கு மேல இருக்காங்க. இல்ல அங்கல்ல, நான் சொல்றது இந்த வீடு பின்னாடி இந்த சைடு. இல்ல இல்ல, இதான் காடு. இங்க தான் காடு தான் ஃபுல்லா. இதே பார்த்தா எல்லாம். Hi, hello, how are you? Huh? नाम? गोविंद. कौन सा गाँव? MP. पापा मम्मा ड्यूटी कहाँ? उधर स्टेट में. नाम क्या? करण. अशोक. तेरा नाम? अशोक. ये करण. अच्छा, ബൈ. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്, ഹിന്ദിക്കാരെ. എന്താ ഹിന്ദിക്കാരെ എല്ലാ വീട്ടിലും ഹിന്ദിക്കാരെ താമസിക്കുന്നു. ഹായ്, നാം ക്യാ തെരാ? नीजा. कहाँ जा रहे? उधर क्या खेल? हैं? नहीं, हैं? उधर को. ഇതെൻ്റെ അവിടുത്തെ വേറൊരു വീടാണിത്. എല്ലാം പോയി. ഇതിലുള്ള ആളുകളൊക്കെ കുറേ കാലം മുമ്പ് തന്നെ ഒഴിഞ്ഞു പോയതാണ്. അതിനുശേഷം വേറെ ആളുകളൊന്നും വന്നില്ല. അപ്പോൾ ഈ കണ്ടീഷനിലായി. ഓരോ വർഷം പിന്നിടുന്തോറും വെയിലും മഴയൊക്കെ കൊണ്ട് വീടുകളെല്ലാം ദ്രവിച്ചു പോയി. ഇപ്പോൾ അതിൻ്റെ ചില ഭിത്തികൾ മാത്രമുണ്ട്. ഒരു കാലത്ത് ആളുകൾ എത്രയോ കല്യാണങ്ങളൊക്കെ നടന്നത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ നമ്മളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് കുറേ മുമ്പ് ഈ ലൈൻസിലൊക്കെ. അവരൊക്കെ എവിടെ തന്നെ അറിയില്ല. ഇവിടെ ഒരു മരമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ. അതായത് വൈകുന്നേര സമയത്തൊക്കെ ആളുകൾ വന്നിരിക്കും. പക്ഷെ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എൻജോയ്മെൻറ്റ് മീൻസ് അങ്ങനല്ല, എസ്റ്റേറ്റിൽ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേര സമയത്ത് അവർ കുളി ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങും. ഇവിടെ കടകളൊന്നുമില്ല. ഈ ലൈൻസിൽ മാത്രം 1-2 കടകൾ അവർ വീടിൻ്റെ മുൻഭാഗത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശയം. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകുന്നത് ഇവിടുന്ന് 2-3 കിലോമീറ്റർ, 3-4-5 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിലുള്ള മറ്റുള്ള ടൗൺ ഏരിയ മീൻസ് വേറെയുള്ള അങ്ങാടികളിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് മേടിച്ചിരുന്നത്. പിന്നെ ഇവിടെ ആദ്യമൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടി കൊടികൾ, കക്ഷി കൊടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ പോസ്റ്റ് മാത്രമുണ്ട്. ഇപ്പോൾ ഇവിടെ കക്ഷിയില്ല, രാഷ്ട്രീയമല്ല, ഫുൾ ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് 19 ഡിവിഷൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ. പാറ്റേനെ പിടിക്കുക, പൂമ്പാറ്റേനെയൊക്കെ ഇപ്പം ചുള്ളി കൊണ്ട് അടിച്ച് പിടിക്കുക. അവർ സ്കൂളിലൊന്നും പോകാതെ ഒന്ന് കളിയാ. അക്ഷയ എന്താ സ്കൂൾ പോകാഞ്ഞ്?
പനിയാ? ഹോസ്പിറ്റലിൽ പോയോ? മരുന്നൊക്കെ മേടിച്ചോ? ഏത് സ്കൂളിൽ? നല്ല കോട്ടയിലോ? എത്രാം ക്ലാസ്സിലാണ്? 9. ഓക്കെ. അപ്പോൾ നമ്മൾ കൗണ്ടിൽ 19 ഡിവിഷൻ 19 ഡിവിഷനിൽ നമ്മൾ പുറപ്പെട്ടു. ഇനി പോകുന്നത് ഈ പോകുന്ന ഏരിയൻ്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല. ആ പേര് അവിടെ ചെന്ന് വേണം ചോദിക്കാൻ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് കൂടുതൽ ഹിന്ദിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ അവരോട് സംസാരിക്കാൻ നിന്നിട്ടില്ല. കാരണം കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ മൂത്താൾ അവരുടെ രക്ഷിതാക്കളൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണ്. എല്ലാ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതാണ്. അവർ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവർ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പോകും, വേറെ ബാച്ച് വരും. അങ്ങനെയാണ്. അവർ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഇതൊന്നുമില്ല. അവർ ചിലപ്പോൾ ഈ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ വേറെ എന്തെങ്കിലും നല്ലൊരു ഓഫർ അപ്പുറത്തെ ഏതെങ്കിലും എസ്റ്റേറ്റിൽ 10 രൂപ കൂലി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോകും. അങ്ങനെ അവർ സ്ഥിരമായിട്ട് സ്റ്റിക്ക് ചെയ്യണില്ല ഒരു ഭാഗത്തും. നമ്മളിനി ഇങ്ങോട്ട് താഴ്ക്കുമോ? പക്ഷേ അവർക്ക് അവരുടെ മക്കളെ ഇവിടെ എല്ലാം സ്കൂളിലെല്ലാം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ പരിസരങ്ങളിലുള്ള സ്കൂളിലെല്ലാം അവർ ചേർത്തിട്ടുണ്ട്. അവർ ഇവിടെ വെച്ചാൽ ഇവിടെ പഠിക്കണമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് അവർ പഠിക്കേണ്ടത്. പിന്നെ തമിഴും പഠിക്കേണ്ടി വരും. അവർ കാരണം വെച്ചാൽ സ്ഥിരമായിട്ടൊന്നുമില്ല. ഒരു അക്കാഡമിക് ഇയർ പോലെ കുട്ടികൾ കംപ്ലീറ്റ് ആക്കില്ല. അപ്പോഴത്തേക്ക് അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് TC മേടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ്. നമ്മൾ ഇതിലൂടെ താഴേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോവാം. റോഡ് കണ്ടീഷൻ ഈസ് വെരി ബാഡ്. അങ്ങനെ സിമെൻറ്റ് റോഡിലേക്ക് എത്തി. കോൺക്രീറ്റ് റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെലങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തുടക്കമാണ്. ഈ നമ്മളിപ്പോൾ കണ്ട എസ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലായിട്ടും അവിടുന്ന് ആ എസ്റ്റേറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് അവിടുന്ന് അവരുടെ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലം ഇതൊക്കെ ഈ ഇടയ്ക്ക് ഡെവലപ്പായിട്ട് വന്നുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പാലം കടന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സിമെൻറ്റ് റോഡാണ്. കയറ്റം കയറി പോകണം. അതിൻ്റെ ഈ സൈഡിൽ മൊത്തം വീടുകളാണ്. ഇതെല്ലാം ആ എസ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇവിടെ വീതി കുറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് വലിയ വണ്ടികൾ പോകാൻ പാടില്ല, ചെറിയ വണ്ടികൾ മാത്രമേ ഇതിലൂടെ പോകാൻ പാടുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് ചെറിയൊരു ഓട്ടോറിക്ഷ പോകാൻ പാകത്തിന് ചെറിയൊരു പാലം. ഓക്കെ. സൈഡിൽ കൈവരികളോ പിടുത്തമൊന്നുമില്ല. ആ വഴിക്കാണ് നമ്മൾ പോകും. ഇതിലൂടെ അങ്ങനെ കയറ്റം കയറി പോകണം. ഈ ഭാഗത്തേക്ക് വീടുകളുണ്ട്, പള്ളിയുണ്ട്. ഇത് പുതിയ പള്ളിയാണ്. നമ്മൾ ആ കയറ്റം കയറി മുകളിലേക്ക് എത്തി. ഓക്കെ. അപ്പോൾ നമ്മൾ വെലങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്ന റോഡിലേക്ക് ജോയിൻ്റ് ആകാൻ പോവാണ്. ഇവിടുന്ന് നമുക്ക് പോകേണ്ട സ്ഥലം ആണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ആണ് മുന്നോട്ട് പോയി നോക്കാം. ഇത് റോഡാണ്, ഇവിടേക്കുള്ള മെയിൻ റോഡാണ്. ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ടോ? വെലങ്ങൂരിലേക്ക് വരുന്ന ഓട്ടോറിക്ഷയാണിത്. ഇവർക്ക് ബസ്സും സർവീസൊന്നുമില്ല. സുഹൃത്തുക്കൾ, നമുക്ക് പോകേണ്ട സ്ഥലം അവിടെ കാണാം. അവിടെ ഒരു കുറച്ചൊരു ഏരിയ ഉണ്ട്. ആ ഏരിയൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകളും താമസക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി
ഇതിലൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോകാം. പക്ഷേ നമുക്ക് ബൈക്കിന് പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അവിടുന്ന് മേലെ മെയിൻ റോഡ് വഴി പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് റോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിമെൻറ്റ് റോഡ്. അപ്പം നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിലൂടെ പോകണമെങ്കിൽ നമ്മൾ കാണുന്ന പോലെ കേട്ടോ, ഒരുപാട് ദൂരം അതിലൂടെ ഇറങ്ങി അങ്ങനെ കയറി വേണം പോകാൻ. അവിടെ നമുക്ക് ഈ റോഡിന് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിക്കണം. എന്തായാലും പോയി നോക്കാം. ഇത്ര ദിവസം പെയ്തതിനനുസരിച്ചുള്ള വെയിലാണ് അടിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം നല്ല വെയിലും നല്ല ചൂടാണ്, നല്ല ക്ലിയർ സ്കൈ ആണ്. എന്തായാലും ഉച്ചൻ്റെ ശേഷം ആകുമ്പോഴത്തേക്ക് മൂടി വരും. ഇന്നലെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് കോളനി എന്ന് ആണ് പറയുക. പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോളനിക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത്ര വലിയൊരു ബോർഡ് എന്തോ. ആ ബോർഡ് ഒരു ലാൻഡ് മാർക്കായി വെച്ചിട്ട് ബോർഡ് കോളനി എന്നുള്ളൊരു പേരാണ് ഇപ്പോൾ അതിനുള്ളത്. കാരണം ഇതിലൂടെ വഴി ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇതിലൂടെ വഴിയായത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോയാൽ അങ്ങോട്ട് കാണുന്ന ഫോറസ്റ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഇതിലൂടെ ഇറങ്ങി വേണം താഴേക്ക് പോകാൻ. ബോർഡ് കോളനിയിലേക്കാണ് നമ്മളൊന്ന് പോണത്. അപ്പോൾ സംഭവം ഇവിടെ അതായത് പകൽ സമയത്ത് പോലും ഈ പ്രദേശത്ത് മൊത്തം കറങ്ങി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളൊക്കെ പകൽ രാത്രിയിൽ എല്ലാ സ്ഥലവും കറങ്ങും. പകൽ വന്നു കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യണത്, സമയം ചിലവഴിക്കണത്, അത് കിടന്നുറങ്ങണതൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതായത് ഇവിടെ ഈ താഴെ കുഴിയിൽ കുറച്ചപ്പുറത്തായിട്ട് കുറച്ച് ചോലയുണ്ട്. ആ ചോലയിലാണ് ഈ പകൽ ടൈമിലൊക്കെ കാട്ടാനക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് ആണ് ഈ ഒരു കോളനി ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഈ ഭാഗത്ത് എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് ഇതുവരെ പോകുള്ളൂ എന്ന് തോന്നുന്നു വണ്ടി. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു കൊണ്ടുവരും. ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പില്ല. ഇത് വീട്ടിമാരാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അടിയിലൊരു ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക്. അതിൻ്റെ ഇടവഴിയിലോട്ടൊരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടം വരെ വണ്ടി വരും കേട്ടോ. അവർക്ക് ഓട്ടോറിക്ഷയൊക്കെ വരും. ഇപ്പോൾ ഈ അവർ ഓട്ടോറിക്ഷയിലൊക്കെയാണ് കൂടുതൽ യാത്ര ചെയ്യുക. അങ്ങോട്ടേക്ക് അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ ലോഡൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇതുവരെ വരും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുമന്നിട്ട് താഴേക്ക് ഇറങ്ങും. അങ്ങനെ ആ ഒരു ബോർഡ് കോളനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതാ അടിയെടുത്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൂഡല്ലൂർ ഊരാட்சி ஒன்றியம் നെല്ലാക്കോട്ടെ ഊരാட்சி പ്രഥമ മന്ത്രി കുടിയിരുപ്പ് തിട്ടം 2017-2018 വയനാലി മാറൻ പൊമ്മൻ ഇടം ബോർഡ് കോളനി. അതാണ് സ്ഥലത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ കൺഫേം ചെയ്തു, ബോർഡ് കോളനി എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ കെട്ടി കൊടുത്തിട്ടുള്ള വീടുകളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല വീടുകളൊക്കെ ഉണ്ട്, സെറ്റപ്പ് വീടുകളുണ്ട്. പട്ടി കടിക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. കുട്ടികളൊക്കെ കളിയാണ്. സ്കൂളിലൊന്നും പോയിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ. സ്കൂൾ പോയിട്ടില്ലല്ലോ ആരും? ஸ்கூல் போயிட்டல. நான் என்ன ஸ்கூல்லேருந்து அமுச்சு வச்சாங்க, யார் ஸ்கூல் போகல அப்படின்னு பார்க்குறதுக்கு. சும்மா சொன்னேன். அப்புறம் எங்கள் வீட்டில் ஆள் யார்? அப்பா அம்மா வேலைக்கு போயிருக்காங்களா? சரி, ரைட். அப்போ உங்கள் ஊர் பார்க்க வந்தேன், சுற்றி பார்க்க வந்தேன். பார்க்கலாமா? நிறைய வீடு இருக்கா? எத்தனை வீடு இருக்கும் மொத்தம்? 42 வீடு இருக்கா? எல்லாமே ட்ரைபல்ஸா? நீங்களாம் ட்ரைபல் கம்யூனிட்டி. என்ன ட்ரைபல்? என்னது இந்த பனியாஸ் குருமாஸ்ன்னு சொல்லுவாங்கள்ல? வெட்ட குறும்பாவா? வெட்ட குறும்பா தான் உங்கள் கம்யூனிட்டி. ஸ்கூலுக்கெல்லாம் போகுதா பசங்க? எங்கள் நெல்லாக்கோட்டை ஹாஸ்டலில் நின்று படிக்கிறாங்களா? எங்கே ഗൂഡല്ലൂരിലെയാ? ரைட். അപ്പോൾ ഗൂഡല്ലൂർ ടൗണിൽ ഇവർക്കൊരു ഹോസ്റ്റലുണ്ട്. അതായത് ട്രൈബൽസൊക്കെ പഠിക്കണം. ആ ഹോസ്റ്റലിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കും. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവരെല്ലാവരും പോയിരിക്കുകയാണ്. പിന്നെ ജോലിക്ക്, അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിരിക്കുകയാണ് അല്ലേ? മലയാളം തെരിയുമാ?
கொஞ்சம் கொஞ்சம் தெரியும். நீங்கள் என்ன பாஷை பேசுவீங்க? உங்கள் பாஷை பேர் என்ன? அவனுக்கு தெரியும், அவன் தான் கரெக்டாக சொல்லுவான். சொல்லுப்பா. தெரியாதா? ഇവരുടെ ഭാഷൻ്റെ പേര് അറിയില്ല. ഒരു പണിയ ഭാഷ, ട്രൈബൽ ലാംഗ്വേജ് അങ്ങനെ ഒരു പേരിൽ പറയുള്ളൂ. പിന്നെ അതിന് ലിപിയോളൊന്നുമില്ല, എഴുത്തില്ലാത്ത ഒരു ഇതാണ്. ഇത് ബോർഡ് കോളനിയുള്ള മറ്റൊരു വീട്ടിലേക്ക് നമ്മളെത്തി. നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? ജോലി വേണ്ടേ? അതെന്താ പോയില്ല? എവിടെയും പണിയില്ല. അതെന്താ പണിയില്ലാത്ത? മഴ ആയതുകൊണ്ടോ? അപ്പം നല്ല വെയിലുണ്ടല്ലോ. എന്ത് പണിക്കാ പോവോ? എസ്റ്റേറ്റിൽ പോവോ? ചപ്പ് പണി. ഇപ്പോൾ പൊതുവെ ചപ്പില്ലാത്തത് എല്ലാ സ്ഥലത്തും എസ്റ്റേറ്റിലും ചപ്പില്ല. കാരണം അടവിച്ച് മഴ പെയ്തതുകൊണ്ട് ഇല്ല. ഇടയിൽ ഇതുപോലെ വെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയൊക്കെ കിളിർത്ത് വരും, എല്ലാവർക്കും പണി ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഓടി. മുട്ടായും വേണ്ടേ? മുട്ട. മക്കളെ വാ വാ. ഹോയ് കുട്ടീസ്, മുട്ടായി വേണ്ട? എന്നാ വേണ്ട വേണ്ട, ഞാൻ പോവാ. ഉള്ളിലൊരാളും കൂടെ ഉണ്ട്, മറന്നിരിക്കും. 42 കുടുംബങ്ങളിവിടെ ജീവിക്കണ്ടല്ലേ? എത്ര വീടുണ്ടാവും? 42 വീടുണ്ടോ? 42 കുടുംബത്തിന് വീടില്ല. 22 ആൾക്ക് വീട് കാണും. 22 പേർക്ക് ഇനിയും വീട് കിട്ടാനുണ്ട്. ഇപ്പൊ ഈ വീടൊക്കെ നിങ്ങൾ സ്വന്തം കെട്ടിയ വീടുകളായിരിക്കും അല്ലേ? ആ, ഗവൺമെന്റ് കെട്ടിയത് കോൺക്രീറ്റ് വീടുകൾ, അത് ഗവൺമെന്റ്. ഇത് നിങ്ങളെ സ്വന്തം വീട്? ഇതൊക്കെ സ്വന്തം വീട്. ഓക്കെ ഓക്കെ, ഇതൊക്കെ സ്വന്തം വീടുകളാണ്. കണ്ടോ, വുഡ്ലാൻഡിന്റെ ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നൈസ്. അടുപ്പുണ്ടോ? അതെന്താണ് ഇവിടെ അടുപ്പ്? ഇവിടെ അടുപ്പ് ഈ ഭാഗത്താ, മുൻഭാഗത്താ വീടിന്റെ? അതിന് മാത്രം അല്ലേ? വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രം. സാധാരണ ലീവ് ഇല്ലാത്ത ദിവസം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ കാണലില്ല. പക്ഷെ ഇവിടെ തിങ്കളാഴ്ച ആയിട്ടും ഇത്രയും ആളുകളുണ്ട് അല്ലേ? പണി ഇല്ലാത്തതുകൊണ്ട് അല്ലേ? പണി എവിടെ ഇല്ല ചേച്ചി? അത് മഴ ഇപ്പൊ വെയിലൊന്നില്ലേ? 2-3 ദിവസം വെയിലടിച്ചു കഴിഞ്ഞാല് ചപ്പ്. പിന്നെ ഞായറാഴ്ചയും കൂടെ നമുക്ക് ഒഴിവുണ്ടാവില്ല. അതാണ് നടക്കാൻ പോകുന്നത്. അത് ഞാൻ താഴെ പോയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അങ്ങനെ നമ്മളിവിടുന്ന് പോവാ. ഹൈ, നോക്കണേ, ഇവിടെ ഒരു വീടുണ്ട്. താഴെ പോയി നോക്കിയാൽ പട്ടിണ്ടോ? നായ് ഉണ്ടോ? അതൊന്ന് ബാബാ. ഇവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഓർത്തില്ല. ഞാൻ അന്വേഷിച്ച പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ടെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ 42 കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബാ എല്ലാവരും വാ, മുന്നിൽ നടക്കേ. പട്ടീനെ എനിക്ക് പേടിയാണ്. നടക്ക്, മുന്നിൽ വാ. നമുക്ക് എസ്കോട്ടിന് ആളില്ലെങ്കിലേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഇവിടെ ഉണ്ടോ വീട് സുഹൃത്തുക്കളെ? ഇതാണ് ഇവിടുത്തെ വീടുകളുടെ കണ്ടീഷൻ. ഞാൻ ആദ്യമായിട്ട് വരുന്നു ഇവിടെ. ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ ബോർഡ് കോളനീൻ്റെ ഹൃദയഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ ഒരു ക്ഷേത്രം പ്ലസ് കമ്മ്യൂണിറ്റി ഹാൾ, ഇതുവരെ യോഗം ചേരുക ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. എന്താ ഇവരോട് ഇരിക്കുന്നു. തൂണിൻ്റെ ഒക്കെ വർക്ക് നല്ല ഡിസൈനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളതില്ലേ, പിന്നെ പെയിൻറ്റിങ് ഒക്കെ. കുറച്ച് വിശേഷം പറയും, ചുരുക്കി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എൻ്റെ വെള്ളത്തിനും ബുദ്ധിമുട്ട്. വീടില്ലല്ലോ ഇരിക്കാന്. വീടില്ലാതാണ് ഇവിടെ വന്നിരിക്കണേ? വീട് എവിടെ വീട്? തായാണ്. അതെന്തായി വീട്? താമസിക്കാൻ പറ്റില്ല അതില്? താമസിക്കുന്നുണ്ട്. ഈ പച്ചക്കട്ടോണ്ട് കെട്ടിയ വീടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പുതിയ വീടൊന്നും കിട്ടിയിട്ടില്ല? അത് ഞങ്ങൾക്കില്ല. അത് 20 ഉള്ള കെട്ടിയിട്ട്. 20 വീടുള്ള കെട്ടിയിട്ട്? ശരി, ആകെ 20 വീടുള്ളത്ര കെട്ടിയിട്ട്. ഇവിടെ അരി ഇതാക്കണത് റേഷനരി അല്ലേ? റേഷനരിയാണോ ചേച്ചി?
എന്താന്നിട്ട് ചെയ്യുന്നത്? പെറുക്കുക, വെള്ളരി പെറുക്കായിരിക്കും അല്ലേ? അത് ശരി. ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. ഇതിലൊരു വെളുത്ത അരി ഉണ്ടാവും, അതൊരു മിക്സ് ചെയ്ത് തന്നെയാണ്. അവർ ചോദിക്കുമ്പോൾ പറയാം അത് എന്തൊക്കെയോ പ്രശ്നം. അപ്പോൾ എല്ലാ കർഷകരും നമ്മുടെ ക്യാമറ താൽക്കാലികമായിട്ട് പണി തന്നിരിക്കുകയാണ്. അത് ഓഫായിപ്പോയി. ഇനിയുള്ള ഷൂട്ടിംഗ് ഫോണിലാണ്. അപ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും ശബ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അവരിവിടെ താമസിക്കുന്ന സ്ഥലം ഒരുപാടുണ്ട്. താഴെ ഒരു നിരന്ന സ്ഥലമാണ്, വയൽ പ്രദേശം പോലെ. താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഈ കാട്ടാന രൂക്ഷമായിട്ട് ശല്യമുള്ള സ്ഥലങ്ങളാണ് അവരുടെ വീടുകൾ. ഇത് താഴെ കുഴിയിലേക്കാണ് ഇത് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം ഇതാണ്. ചോറുന്നല്ലേ കുട്ടിങ്ങളതാ? നമ്മുടെ കുഞ്ഞുവാവ ഉണ്ട് കേട്ടതാ. കുട്ടിക്ക് പേരിട്ടോ? പേരിട്ടിട്ടില്ല. എന്താ പേരിടാൻ പോണ്? തീരുമാനിച്ചിട്ടില്ലേ? ഉത്സവത്തിന്റെ സമയത്ത് പോയിട്ട് ചോദിക്കുവോ പേര്? എന്നിട്ട് ഉത്സവത്തിന് തീരുമാനിക്കും അല്ലേ? ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുത്തനെ ഇറക്കമാണ്. ഈ ഇറക്കത്തിൽ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവരുണ്ട് ബൾബ് എത്തിച്ചിന്, ഗുണ്ട് ബൾബ്. നിങ്ങളൊക്കെ ഞാൻ മേലെ കണ്ടതാണല്ലോ, നിങ്ങളെങ്ങനെ താഴെത്തിയത്? കേറുണ്ടോ? ആളുണ്ടോ? എടാ എനിക്കും ഉണ്ടോ? സാധനം ഉണ്ടോ? പറിക്കുന്ന കൊണ്ടുപോകാൻ. എനിക്കും വേണം. താഴെക്കിട്ടല്ലേ, നീ പറിച്ച് പോക്കറ്റിലിട്ട് ഇറങ്ങി വന്നാൽ മതി. എന്നിട്ട് ഇട്ടാ താഴെ ഉരുണ്ട് പോകൂടാ. എന്തോ ഒരു നാണം. എന്താ നിനക്കൊരു നാണം? നാണിക്കല്ലടാ. കുട്ടികൾക്കൊന്നും മലയാളം അറിയില്ലല്ലോ. തമിഴ് தான் பேசுவீங்க, മലയാളം தெரியாது, சுத்தமா தெரியாது. கொஞ்சம் தெரியுமா? എങ്ങനെ கொஞ்சம் பேசு. താഴെ അവിടെ എൻഡിലൊരു അവസാനത്തെ വീടുണ്ട്. ആ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്നല്ല, വഴിയുണ്ട്, പക്ഷെ അവിടെ ആളില്ല, അടഞ്ഞെടുക്കണം. അത് എത്രയേ ഉള്ളൂ ഇവിടുത്തെ വീട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ല. നമുക്കിനി മേലേക്ക് പോകാം. നമ്മളിപ്പോൾ കണ്ട കാഴ്ചകൾ ബോർഡ് കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ വേട്ടക്കുറുമ എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. മൊത്തം 45 കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. കുറേ വീടുകൾ ഗവൺമെൻറ് സ്കീമിൻ്റെ ഭാഗമായിട്ട് കെട്ടിക്കൊടുത്ത വീടുകളുണ്ട്. കുറേ വീടുകൾ ഇവരുടെ സ്വന്തം പഴയ വീടുകളാണ്. അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ കുട്ടികളും ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് തമിഴാണ്. പിന്നെ അവരുടെ ലാംഗ്വേജ് അവർ തമ്മിൽ പരസ്പരം അവരുടെ ലാംഗ്വേജ് സംസാരിക്കും. പിന്നെ അവർ നമ്മളോട് സംസാരിക്കുന്നത് കൂടുതലും തമിഴാണ്. നമ്മൾ പറയുന്ന മലയാളം അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവർ തിരിച്ചിങ്ങോട്ട് കൂടുതൽ തമിഴിലാണ് സംസാരിക്കുന്നത്. മുതിർന്ന ആളുകൾക്ക് കുറേയൊക്കെ മലയാളം സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ കുട്ടികളിൽ കംപ്ലീറ്റ് അവർ തമിഴാണ് സംസാരിക്കുന്നത്. പിന്നെ അവരുടെ ഭാഷയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിന്ന് കൂടുതൽ ആളുകളോട് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇത് വലിയൊരു കോളനി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജോലിക്കൊന്നും പോകാത്ത ആളുകൾ, പിന്നെ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പോൾ തേയിലത്തോട്ടങ്ങളിൽ തേയിലില്ലാത്ത കാരണം അവർക്കൊന്നും ഇപ്പോൾ ജോലി ഇല്ല. അത് ഇവിടെ നിന്ന് മാത്രമല്ല, എല്ലാ തേയിലത്തോട്ടങ്ങളിലും ഈ അടപ്പിച്ച് പിടിച്ചിട്ടുള്ള മഴ കാരണം അവിടെ ഈ ഇല ഇല്ലാത്ത കാരണം ഇല്ല. ഇനിയിപ്പോൾ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇല വന്നു കഴിഞ്ഞാൽ വീണ്ടും എല്ലാവർക്കും ജോലിയുണ്ട്. പിന്നെ ആണുങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ആളുകളും പുറത്ത് മറ്റുള്ള എസ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകാണ് പതിവ്. അപ്പോൾ ബോർഡ് കോളനി കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മടങ്ങാണ്. പിന്നെ അപ്പോൾ ചായപ്പൊടി, കാപ്പിപ്പൊടി, ഊട്ടി വർക്കി, ഇങ്ങനെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അയച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.